മമ്മൂക്കയുടെ പുത്തൻ അപ്ഡേറ്റും അതോടൊപ്പം തന്നെ റൈഫിൾ ക്ലബ്ബ്, ED എന്നീ സിനിമകളുടെ പുത്തൻ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ക്രിസ്തുമസ് റിലീസായിട്ട് ഇന്നലെ ആദ്യം തന്നെ തിയേറ്ററിൽ എത്തിയ ആഷിക് കപൂർ മൂവി ആയിരുന്നല്ലോ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിന് നല്ലൊരു റിപ്പോർട്ട് തന്നെയായിരുന്നു ഇന്നലെ നേടിയെടുക്കാൻ സാധിച്ചത്. ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കളക്ഷനിലേക്ക് വരുമ്പോൾ ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനെ കുറിച്ച് പറയാതെ പറ്റില്ലല്ലോ. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും ഈ ഒരു ചിത്രം നേടിയത് 1,26,00,000 രൂപയാണ്. രണ്ടാമത്തെ ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് മാർക്കോ എന്ന ചിത്രത്തിന്റെ ഇടയിലും ഈ ഒരു ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് 2,700 മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിൻ്റെതായിട്ട് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. റിലീസിന്റെ മുന്നേ വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിനിമയാണ് ആഷിക് കപൂറിന്റെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ചിത്രം. പ്രേക്ഷകർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു നേട്ടം കൈവരിക്കാൻ റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിന് സാധിക്കുന്നത്. ഇന്നലെ 1,26,00,000 രൂപ നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന കളക്ഷൻ അല്ലെങ്കിൽ അതിന്റെ സമാനമായ ഒരു കളക്ഷൻ തന്നെയാണ് രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും ചിത്രം നേടുക എന്നുള്ള റിപ്പോർട്ടാണ് ട്രാക്കേഴ്സ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ 2 ദിവസം കൊണ്ട് ചിത്രം കേരളത്തിൽ നിന്നും മാത്രം 2.5 കോടിക്ക് മുകളിൽ കളക്ഷനിലേക്ക് എത്തപ്പെടും. എലസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ഇന്ന് തിയേറ്ററിൽ എത്തിയ സുരാജ് വെഞ്ഞാറമൂട് മൂവിയാണല്ലോ ED എന്ന് പറയുന്ന ചിത്രം, അഥവാ എക്സ്ട്രാ ഡീസന്റ്. ഈ ഒരു ചിത്രത്തിന്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഒരു നല്ലൊരു അഭിപ്രായം തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം പ്രേക്ഷകർ ഈ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയെന്ന് ചോദിച്ചാൽ ബുക്ക് മൈ ഷോ ആപ്പിൽ ഇതുവരെയും ചിത്രത്തിൻ്റെ ട്രെൻഡിങ്ങിലേക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. 24 അവേഴ്സിൽ 5,000 മുകളിൽ ടിക്കറ്റ്സുകൾ ബുക്ക് മൈ ഷോ ആപ്പിൽ കാണിക്കുന്നില്ല. 1 അവറിൽ 1,000 മുകളിൽ ടിക്കറ്റ്സുകൾ ഇതുവരെയും ചിത്രത്തിൻ്റെതായിട്ട് സോൾഡ് ഔട്ട് ആയിട്ടില്ല. എന്തായാലും ചിത്രത്തിൻ്റെ നല്ലൊരു റിപ്പോർട്ട് തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബോക്സ് ഓഫീസ് ഹണ്ട് ED എന്ന് പറയുന്ന ചിത്രം നടത്തട്ടെ. ആമിർ പള്ളിക്കലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സുരാജിന്റെ കൂടെ ഗ്രേസ് ആന്റണി, റാഫി, വിനയ പ്രസാദ്, സുധീർ കരമൻ, അതോടൊപ്പം ശ്യാം മോഹൻ, വലിയ താരനിരയുള്ള എന്റർടൈൻമെന്റ് മൂഡിൽ പോകുന്ന കുടുംബ പ്രേക്ഷകർക്കെല്ലാം കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ED. മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മഹേഷ് നാരായണൻ മൂവിയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂക്ക ബ്രേക്കിലായിരുന്നു. ഇപ്പോൾ ഇത് നെക്സ്റ്റ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മൂക്ക അസർബൈജാനിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മേജർ രവിയോട് കൂടെയുള്ള ഒരു സെൽഫിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി ഗെറ്റപ്പിൽ ഈ ഒരു ചിത്രത്തിൽ എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരുപാട് ലൊക്കേഷനിൽ കുറെ ഷെഡ്യൂളുകളിലൂടെ കടന്നു പോകുന്ന സിനിമയായതിനാൽ മമ്മൂക്കക്ക് ഒട്ടനവധി കാലതാമസം ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ച് തീർക്കാനുണ്ട്. അതിനിടയിൽ ഇടയ്ക്കൊക്കെ ബ്രേക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മമ്മൂക്കയുടെ മറ്റൊരു സിനിമയുടെ ഷൂട്ടിങ്ങും നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാത്തിരിക്കാം. ആ ഒരു പ്രോജക്റ്റിൻ്റെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ രഞ്ജൻ പ്രമോദ് മൂവിയാവാനാണ് സാധ്യത കൂടുതൽ.